സീരിയൽ നടിയായിട്ടുള്ള ഗൗരി കൃഷ്ണയുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തൻ്റെ ഡിവോഴ്സിനെക്കുറിച്ചും അതിനുശേഷം തനിക്കുണ്ടായിട്ടുള്ള ഡിപ്രഷനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻറ്റ്സ് തനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിന് പിന്നാലെ. അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ഫുൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗൗരി കൃഷ്ണ എന്തൊക്കെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത് എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വന്ന ആ ഒരു കാര്യത്തിൽ ഗൗരി കൃഷ്ണ മറുപടി പറഞ്ഞതും അതിൽ നമ്മുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. സോ ഇത് നിങ്ങളെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഗൗരി കൃഷ്ണ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഡയറക്ടറിനെ ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമേ ഇവരെ കല്യാണം നടന്ന സമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പം തന്നെ ഗൗരിക്കെതിരെ കുറേ നെഗറ്റീവ് കമൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. ഗൗരിയൊക്കെ ഉണ്ടെങ്കിൽ താലി കെട്ടി കഴിഞ്ഞിട്ട് ഇതേ കണക്ക് ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ എന്തുവാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേര് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഗൗരി കാണിക്കുന്നത്, എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു ചിലരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു കുറച്ച് നാണമൊക്കെ വേണ്ടേ എന്നുള്ള രീതി, അങ്ങനെയും കുറേ നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭർത്താവുമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്താണ് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ താലികെട്ടും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു. പിന്നെ ചടങ്ങ് പോലെ അല്ലാതുള്ളത് നടത്താൻ വേണ്ടി അവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് നമ്മൾ മാലയിടുന്ന കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോഴത്തേന് ഇവിടെ കുറേയധികം മീഡിയാസും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തൻ്റെ അച്ഛനും തൻ്റെ ഫാമിലിക്കൊന്നും സ്റ്റേജിലേക്ക് കയറി വരാനൊന്നും പറ്റുന്നില്ല. അവർ വന്നാൽ മാത്രമേ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു മാലയുടെ കാര്യങ്ങൾ ഇടുന്നതും ആ ഒരു ചടങ്ങൊക്കെ ഇത്തിരി നല്ല ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ. ഇവരുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ഞാനുണ്ടെങ്കിൽ അതേ കണക്ക് കൈയിനെ കാണിച്ച് എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറേയധികം പേര് ഞാൻ എന്തോ ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറി ആൾക്കാരെടുത്ത്, അതുപോലെ തന്നെ ഈ മണ്ഡപത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി പെരുമാറേണ്ടത്, ഭയങ്കര നാണിച്ചൊക്കെ ഇരിക്കണ്ടേ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെ ആയാലും പറയും. അത് ആ ഒരു സ്ഥലത്ത് എനിക്ക് പറയണം തോന്നി. നിങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഫാമിലി വരണ്ടേ, അവരൊക്കെ വന്ന് ഇവിടെ നിന്നാലേ എനിക്ക് ഈ ഒരു ചടങ്ങൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. എന്തായാലും കാര്യം അറിയാതെ കുറേയധികം പേര് എനിക്കെതിരെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല എന്നുള്ള കാര്യമൊക്കെ ഗൗരി അന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതൊന്നും സത്യമൊന്നും അല്ലായിരുന്നു. ഇതിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഗൗരി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നതിൻ്റെ ഇടയിലൊക്കെ ഭർത്താവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, ഇടയ്ക്ക് കാണിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ വീഡിയോസിലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അടുത്തത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ഇവർ വേർപിരിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം ഗൗരി ഉണ്ടെങ്കിൽ ഭർത്താവിനെ കാണിക്കാത്തത് ഈ വീഡിയോസിലൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം പിന്നെ വ്യാജമായിട്ടുള്ള വാർത്ത വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ഇവർ ഡിവോഴ്സ് ആയെന്ന് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പോലും കുറേയധികം പേര് ഇവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഗൗരി വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പങ്കെടുത്ത സമയത്ത് കുറേയധികം ഓൺലൈൻ മീഡിയാസ് ഗൗരി അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വീഡിയോസിലൊന്നും ഭർത്താവിനെ കാണുന്നില്ലല്ലോ, കുറേയധികം പേര് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാമോ, കുറേയധികം നിങ്ങളെ സ്നേഹിക്കുന്നവർ വരെ അതിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗൗരി പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ ഫേക്കായിട്ട് ഓരോന്ന് പറഞ്ഞ് വിടുന്നതാണ്, ഇത് ഞാൻ പ്രതികരിക്കാത്തതിൻ്റെ കാരണം തന്നെ അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഡയറക്ടറാണ്, അദ്ദേഹത്തിന് ഷൂട്ടിംഗ് എന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊക്കെ സമയമൊക്കെ ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ ഒരു സമയത്ത് രാവിലെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഷൂട്ടിങ്ങും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. രാത്രിയിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വീഡിയോസൊന്നും ഒരുമിച്ച് എടുക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് വീഡിയോസിൽ കാണാത്തത്. ഇത് ചിലരുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു.
അതും അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സ്നേഹത്തോടെ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെ കുറേ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഒരുമിച്ചുള്ള. അതിലെല്ലാം കുറേയധികം ഇവർക്ക് സപ്പോർട്ടായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷമൊക്കെയാണ് ഇടയ്ക്ക് വെച്ച് ഇത് കണക്ക് പിന്നെയും ഈ ഒരു ഭർത്താവിനെ ഒരുമിച്ച് വീഡിയോസൊന്നും യൂട്യൂബിലൊന്നും കാണാനില്ലായിരുന്നു. ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ഈ ഗൗരി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്താണ് ഗൗരി, ഭർത്താവ് എന്ത് ചെയ്യുന്നൊക്കെ കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവർ ഡിവോഴ്സായി എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഗൗരി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് ഇനി ആരും ഒന്നും സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ കൂടി ഗൗരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പം ഇത് ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇനി ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഗൗരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഒരു പോസ്റ്റിന് താഴെയൊക്കെ വന്നിട്ട് ഇതേ കണക്ക് ചോദിക്കുന്നത് എന്താണ് കാരണം എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേയധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ കൂടി ഗൗരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഗൗരി കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഭർത്താവുമായിട്ട് പിരിയുന്നതിന് കാരണം എന്താണെന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ ഗൗരി ആ ഒരു ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഭയങ്കര ഫാമിലി ടൈം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അഭിനയം ആ കാര്യങ്ങളൊക്കെ നിർത്തി യൂട്യൂബിലേക്ക് കുറച്ചും കൂടിയായി. അഭിനയമൊക്കെ കുറവായിരുന്നു കല്യാണത്തിന് ശേഷം. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കുറേയധികം ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വീട്ടിൽ കിട്ടുന്ന സമയം കുറവായിരുന്നു. ഞാനാണെങ്കിൽ വെളിയിൽ പോയി അങ്ങനെ ഫ്രണ്ട്സിനെ കാണുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നതാണ് എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പല സമയത്തും അത് കിട്ടാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റാണെന്നല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് കിട്ടാതെ വരികയും നമുക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്നേഹത്തിന് വേണ്ടി കെഞ്ചരുത് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതോടെ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ആ ഒരു കെയറിങ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ കല്യാണം നടന്നതിനെക്കുറിച്ചും ഗൗരി പറയുന്നുണ്ടായിരുന്നത് കണക്ക് കല്യാണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ നിന്നും നിർബന്ധിച്ചൊന്നുമില്ലായിരുന്നു. എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ ഭയങ്കര ഒറ്റയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നി. ഞാൻ എൻ്റെ പേരൻസിനോടാണ്, ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ. അതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നതൊക്കെ. ഞാൻ ഡിവോഴ്സായ സമയത്ത് പോലും അവരെൻ്റെ അടുത്ത് കാരണമൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാം എൻ്റെ തീരുമാനത്തിനാണ് അവർ വിട്ടു തന്നിട്ടുള്ളത്. പിന്നെ കുറേയധികം പേര് എൻ്റെ ഫാമിലിയൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവർ കാര്യം അറിയാതെയാണ് പറയുന്നതെന്നുള്ളൊരു കാര്യം കൂടി ഗൗരി പറയുന്നുണ്ടായിരുന്നു. പിന്നെ താൻ ഈ ഒരു വാർത്ത പുറത്ത് വിട്ടതിന് ശേഷം തനിക്കെതിരെ വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസിനെ കുറിച്ചൊക്കെ ഗൗരി പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പോസ്റ്റ് കിട്ടിയതിന് ശേഷം കുറേയധികം പേര് ആ സമയത്ത് എല്ലാം സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചിലരാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീയൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി പണവും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം, ജീവിതത്തിൽ നിന്ന് ഭർത്താവ് പോയാൽ ഇനി ജീവിതം ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് അവരോടുള്ള ഒരു സഹതാപം മാത്രമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ പണമുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യം എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഭർത്താവ് പോയല്ലേ, നിങ്ങളുടെ ജീവിതം നശിച്ചല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നതും ജീവിക്കുന്നതും മാത്രമൊന്നും അല്ല. എങ്ങനെയാണ് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത്? എനിക്ക് ആ ഒരു ലൈഫിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനായിട്ടും ഡിസിഷൻ എടുത്ത് പുറത്ത് വന്നതാണ്. ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കല്യാണം മാത്രമല്ല ജീവിതം, അങ്ങനെ വിചാരിക്കുന്ന കുറേയധികം പേരുണ്ട്. അതിലൊരാളാണ് ആ ഒരു മെസ്സേജ് ഇട്ട വ്യക്തി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ വിചാരിച്ചാൽ അത് അവർക്ക് അറിവില്ലായ്മയാണ്. അവരുണ്ടെങ്കിൽ കല്യാണമാണ് ജീവിതം എന്നുള്ളത് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം. സോ ഞാൻ പിന്നെ ഇങ്ങനെ കുറേ കമൻസൊക്കെ വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് വേർപിരിയുക എന്നുള്ളത്, അല്ലാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമൊന്നുമില്ല. അപ്പോൾ എനിക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുള്ളൂ എന്നുള്ളത് അറിയത്തുള്ളൂ, മറ്റു ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ അതൊന്നും അറിയാതെയാണ് കുറേയധികം പേരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ ഇപ്പം നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കുന്നു, അടുത്ത ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഡിവോഴ്സ് ആവുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഓരോരുത്തരും അപ്പുറത്തും ഇപ്പുറത്തും കുറ്റങ്ങൾ കണ്ട്
പിടിക്കാനൊക്കെ ശ്രമിക്കും, കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നുള്ള ഒരു കാര്യം, അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തു, അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ല എന്നായപ്പോൾ അവർ പിരിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവരുടെ ജീവിതത്തിലേക്ക് ആൾക്കാർ കടന്നു ചെന്നിട്ട് ഇതേ കണക്ക് ഓരോന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് മനസ്സുഖം കിട്ടുന്നെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും അവരെ അവരെ പാട്ടിന് ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.